ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറേയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവൊക്കെ കൃത്യമാണ്. ഷോൾഡർ വീതി നമ്മൾ 7.5 എടുത്തിട്ടുണ്ട്. നെക്ക് ഇറക്കം 6 എടുത്തിട്ടുണ്ട്. ആം ഹോളും 7.5 എടുത്തിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ഇത് ഫ്രോക്കിനല്ലേ എടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഇറക്കം നമ്മൾ 33 എടുക്കുന്നത്. ബാക്കി നമ്മൾ ഫ്രില്ലാണ് എടുക്കുന്നത്. ഫ്രില്ല് ഞാനിതിന്ന് ഫ്രില്ലിൻ്റെ ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ ഫ്രില്ല് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രില്ലിൻ്റെ വീതിയും 10-12 വീതി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം കുറേശ്ശെ മടക്കി അടിക്കണം. അപ്പം മൊത്തം ഇറക്കം നമ്മൾ 44. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത്. ഞാൻ ഇതിന് ഫ്രോക്കിന് വെക്കുന്നത്, ഫ്രോക്ക് കുർത്തിക്ക് വെക്കുന്നത് സ്ക്വയർ നെക്കാണ് വെക്കുന്നത്. അത് ക്യാൻവാസിൽ വെട്ടിയെടുത്തിട്ട് അടിക്കുകയാണ്. അത് ഇതേപോലെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇതേപോലെ തന്നെ ക്യാൻവാസ് മറിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതും ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കുന്നത്. അത് ഇതുവരെ തയ്ച്ചെടുക്കാം. നമ്മൾ കഴുത്ത് ഫ്രണ്ടിലും ബാക്കിലും അടിച്ചു, ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് കൈ വെക്കണം. കൈ വെക്കാനായിട്ട് ഞാൻ കൈ ഒക്കെ മടക്കി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 കൈയും ലേസ് വെച്ച് എടുക്കാം. ഇനി ഫ്രില്ല് വെക്കാനുള്ള തുണിയാണ്. ഫ്രില്ല് വെക്കാൻ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. 4 പീസ് ഉണ്ടാവും. അപ്പോൾ ആ 4 പീസ് നമ്മൾ ജോയിൻ ചെയ്യണം. ഒന്ന് ഇങ്ങനെ ഇത് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. നാല് പീസ്. ഇനി നമ്മളതിൻ്റെ 2 ഭാഗം ചെറുതായിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ചെറിയതായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം. വിട്ടു പോവാത്ത രൂപത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അടിച്ചെടുക്കാം. രണ്ട് ഭാഗം നമുക്ക് ഇതേപോലെ മടക്കി ചെറുതാക്കി മടക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കാം. കഴുത്ത് തയ്ച്ചു, നമ്മൾ കൈ ജോയിൻ ചെയ്തു, സ്ലീവിൽ നമ്മൾ ലേസ് വെച്ചു. ഇനി നമ്മളത് ബോഡി ജോയിൻ ചെയ്യണം. നമ്മൾ അളവെടുത്തിട്ട് നോക്കിയിട്ട് അളവ് പ്രകാരം നമ്മൾ വരച്ച് വെക്കുക. എന്നിട്ട് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ നമ്മൾ വെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കരുത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, 1.5 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒരു സ്ലോപ്പായിട്ടൊന്ന് വരച്ച് ഇവിടെ വെട്ടിയെടുക്കാം താഴെ. അപ്പോൾ ഈ ഭാഗം നമുക്ക് തൂങ്ങി നിൽക്കില്ല. ഇനി അത് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ 2 സൈഡിലും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഭാഗത്തും ഈ സൈഡ്. സ്റ്റിച്ച് കൊടുക്കാം, മറ്റേ ഭാഗത്തും 2 സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രില്ല് വെക്കണം താഴെ. അപ്പം 2 ഭാഗം നമ്മൾ ഫ്രില്ലിൻ്റെ തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഭാഗം നമ്മൾ മടക്കി അടിച്ചു, എല്ലാം ജോയിൻ ചെയ്തു. 4 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്ക് അറേഞ്ച് എടുത്തിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് തെറ്റണ്ട അതിന് വേണ്ടി. ഇപ്പോൾ ഇനി ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് കുറേ കൂടുതലുണ്ട്. ലോങ് സ്റ്റിച്ച് എടുത്തിട്ട് നമ്മൾ ഫ്രില്ല് ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം, അറിയണവർക്ക്. ഞാൻ ഇത് കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് ലെങ്ത്തിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇവിടെയും ബോഡിമേലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പോർഷൻ എടുത്തു. അപ്പോൾ ഒരു ഭാഗം ഈ സെൻട്രൽ പോർഷൻ മുതൽ ഈ അറ്റം വരെ നമുക്ക് ഫ്രില്ല് കൊടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്ത് അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഫ്രില്ല് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രില്ല് ചെയ്യാം. ചെറിയ ഫ്രില്ലാണ് ഭംഗി. ഇത് മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്.
ഫ്രില്ലിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ല് ഇതിൻ്റെ താഴെ തന്നെ വെച്ചിട്ട് നമുക്ക് അടിച്ച് കൊടുക്കാം. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണത് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ടിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കാം. 2 കൈ കൊണ്ട് നമുക്കിങ്ങനെ ഇട്ടിട്ടിട്ട് ഞാനിതിപ്പോൾ പതുക്കെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഇങ്ങനെ 2 കൈ കൊണ്ട് നമ്മളിതിങ്ങനെ പിടിക്കുക. താഴ്ഭാഗം നമ്മൾ വരച്ചതും ഈ വരയും ഒരേപോലെ വരണം. അങ്ങനെ നമുക്ക് ഫ്രില്ലുകളെല്ലാം അടിച്ചെടുക്കാം. ഫ്രില്ലെല്ലാം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ്. അതേപോലെ 2 സ്റ്റിച്ച് നമ്മളെപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഫ്രോക്ക് കുർത്തി തയ്ച്ചു കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് ഫ്രില്ല്. നമ്മൾ സാവകാശം സമയം എടുത്തിട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ തയ്ച്ച് നോക്കൂ കേട്ടോ. അളവ് ഇവിടെ കൃത്യമായിരിക്കും. അപ്പോൾ ഈ സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.